തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വിമതശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി കോൺഗ്രസ്. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ല എന്ന നിലപാടിൽ ആണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. വിമതശല്യം ഉണ്ടായാൽ സാഹചര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടി പാഠമാണ് എന്നും മുഹമ്മദ് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മൾക്കറിയാം, കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം റിബൽ ശല്യമാണ്. പ്രത്യേകിച്ചും ആ റിബലുകളാണ് പിന്നീട് LDFന് പിന്തുണ കൊടുത്തത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിമാരാകാൻ താല്പര്യമുള്ളവർ അതാത് വാർഡ് കമ്മിറ്റികളിൽ, കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റികളിലൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ അറിയിച്ച് അതിൽ ഏറ്റവും ഉചിതമായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പാർട്ടിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തവണ ഒരു വാർഡുകളിലും ഒരു റിബൽ പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, മുഹമ്മദ് ഷിയാസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിബലുകൾ വലിയ തോതിൽ വിജയസാധ്യത ഇല്ലാതാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത്. ഇനിയിപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ റിബലുകൾ ആരൊക്കെയാകും എന്ന ഒരു കണക്കുകൂട്ടൽ ഇപ്പോഴേ കോൺഗ്രസിനുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, തീർച്ചയായും. കാരണം ആ രീതിയിലാണ്. കാരണം വളരെ കൃത്യമായ രീതിയിൽ, വളരെ സൂക്ഷ്മതയോടുകൂടി ജില്ലാ കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി നേരത്തെ തന്നെ ഈ വർക്കുകൾ, അടിസ്ഥാനപരമായ വർക്കുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ജില്ലയിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു കോട്ട എന്നെല്ലാം തന്നെ എറണാകുളത്തെ വിശേഷിപ്പിക്കുമെങ്കിലും പലപ്പോഴും പലയിടത്തും വളരെ നിർണായകമായ സ്വാധീനമുള്ളിടത്തെല്ലാം തന്നെ അത് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ അതൊരു ഉദാഹരണമാണ്. വിമതർ 4 പേരുണ്ട്. അതായത് 4 പേരും ഇടത് ചേരിയിലേക്ക് നീങ്ങുന്നു എന്നൊരു കാഴ്ചയെല്ലാം തന്നെ വളരെ അവിശ്വസനീയമായിട്ട് തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഉൾക്കൊണ്ടത്. അപ്പോൾ ഇത്തവണ അത് കുറച്ചുകൂടി നേരത്തെ തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങുക, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഈ കഴിഞ്ഞ തവണ റിബലുകൾ ഉണ്ടായത്, അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ട് നടത്തി കൂടുതൽ ഏകോപനങ്ങൾ അവിടെ ഉണ്ടാക്കുക. ജില്ലാ കോൺഗ്രസ് നേതൃത്വം DCC ആ രീതിയിൽ വലിയ ഇടപെടലുകൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് തന്നെ നേതൃത്വത്തിൽ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ ഇതിൽ വലിയ രീതിയിലൊരു തിരിച്ചടികൾ ഉണ്ടാകാതെ നോക്കുക. ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ സംഭവം അതൊരു പാഠമാണ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ വിമതർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റിബലുകൾ സൃഷ്ടിക്കപ്പെടുന്നു, അത് സ്വാഭാവികമായും തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെയായിരിക്കാം കൂടുതൽ റിബലുകളെല്ലാം തന്നെ രൂപപ്പെടാൻ സാധ്യതയെന്ന് പറയുന്നു. അത് നൽകുന്നൊരു സ്വാതന്ത്ര്യമാണ് എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലരുടെയും വിജയസാധ്യതയെ ബാധിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അനുഭവം മറ്റിടങ്ങളിലേക്ക് പോകരുതെന്ന നിർബന്ധവും ഇക്കുറിയുണ്ട്. അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് അടക്കം നൽകുക. കാരണം സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ ഈ അച്ചടക്ക നടപടി എന്നതിനേക്കാൾ ഇവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കുക എന്നെല്ലാം പറയുന്നത് പോലെ ആ രീതിയിലേക്ക് അവരെ വരിക. പാർട്ടിയാണ് പ്രധാനം, നമ്മൾക്ക് ഇത്തവണ തോൽക്കാൻ പറ്റില്ല എന്നൊരു സന്ദേശം എല്ലാവരിലേക്കും നൽകുക എന്നതെല്ലാം തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ആ രീതിയിലുള്ളൊരു ഏകോപനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോഴേ ഈ ബ്ലോക്ക് തല പഞ്ചായത്തുകളെല്ലാം തന്നെ കണക്കെടുക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം തന്നെ നിന്ന് പൊരുതുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ചിട്ടയായ രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് അത് കൊണ്ടുപോയിക്കൊണ്ട് ഈ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതെല്ലാം തന്നെയാണ് ഇവരൊരു മാസ്റ്റർ പ്ലാനായിട്ട് അവതരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റിബലുകൾ ഒഴിവാക്കുക എന്നതാണ്. കൂടുതൽ ഈ പഞ്ചായത്തുകളുടേതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം റിബലുകൾ, കാരണം വളരെ നിസ്സാര വോട്ടുകൾ, ഒരു 50 തൊട്ട് 60 വോട്ട് പിടിച്ചാൽ പോലും ഒരു വാർഡുകളിലടക്കം വലിയ രീതിയിലുള്ള അട്ടിമറികൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അതുണ്ടാകാതെ നോക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കൃത്യതയോടുകൂടി മുന്നോട്ട് പോവുക. ഇതെല്ലാം തന്നെയാണ് ഇക്കുറി വിഭാവനം ചെയ്യുന്നത് എന്നതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും തല്ലല്ല തലോടലാണ് നല്ലത് എന്നൊരു വിശ്വാസത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അഭിലാഷ, തീർച്ചയായും. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ
പാർട്ടി തലത്തിൽ നടപടിയെടുത്തത് കൊണ്ടൊന്നും ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേഡർ സംവിധാനമൊന്നുമില്ല. പലപ്പോഴും നേതാക്കൾ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നു. അത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നടക്കം അത്തരം പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നതാണ്. അത് താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ് അതിലേറെ തീവ്രമായി പ്രതികരണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ, അതായത് പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഫോറത്തെ ചുമതലപ്പെടുത്തുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ ചുമതല, അതായത് ഈ വിമതരെ ആ ശല്യം ഒഴിവാക്കുന്നതിന്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് ആ നിലയിൽ ഉള്ള ഒരു ഫോറം രൂപപ്പെടുത്തുക, അങ്ങനെ ഒരു പദ്ധതിയാണോ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്? ഏതായാലും ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ആശയം ഉണ്ട്. അത് ഈ നേതൃത്വം തന്നെ അത് നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ രീതിയിൽ വിമതരില്ലാത്തൊരു കോൺഗ്രസ് എന്നെല്ലാം തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്ന ശ്രമമാണ്. ചുരുങ്ങിയ പക്ഷേ അതിൻ്റെ എണ്ണമെങ്കിലും കുറയ്ക്കാനായിട്ട് ഈ നടപടികളിലൂടെ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പ്രധാനമായും ഈ കാര്യം DCCയോടെല്ലാം തന്നെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഉള്ളവർ തന്നെ, ജനപ്രതിനിധികൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കാരണം ഇതൊരു ഏതാണ്ടൊരു വാട്ടർലൂ എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. തദ്ദേശത്തിന് അതിൻ്റെ ചുവടെ തന്നെയാണ് ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പെല്ലാം തന്നെ വരാനിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെയും പ്രതിഫലിക്കുന്നു. അത് വളരെ രൂക്ഷമായിട്ട് തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം തന്നെ പോകുന്നു. അപ്പോൾ തദ്ദേശത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ദിശാസൂചികയാണ്. കേരളം എങ്ങോട്ടേക്ക് മാറുന്നു എന്നത് കൃത്യമായി തന്നെ അത് അറിയാൻ പറ്റും. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഒരു അടിവേര് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചൂണ്ടുപലകകൾ തങ്ങൾക്ക് അനുകൂലമാക്കുക, അങ്ങനെ അനുകൂലമാക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ റിബൽ ശല്യം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അവിടെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കോൺഗ്രസ്സിന് എറണാകുളം ജില്ലയ്ക്കകത്തുനിന്ന് വലിയ രീതിയിലുള്ളൊരു സംഭാവന നൽകാൻ കഴിയുന്നൊരിടമാക്കി എറണാകുളത്തെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള തിരിച്ചറിവും തിരിച്ചടിക്കൊപ്പം തന്നെ തിരിച്ചറിവുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഈ വിമതർ ഇടതുപാളയത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്, അവരവിടേക്ക് പോകുമ്പോൾ അവരെ എന്തുകൊണ്ട് പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. ആരുടെ വീഴ്ചയാണ്? അന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ ഏത് രീതിയിൽ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ എന്ത് നിലപാടെടുത്തു എന്നതെല്ലാം തന്നെ ആലോചിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തലടക്കം നടക്കുന്നു. അപ്പോൾ അത്തരം വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണത്തോടുകൂടി നടപ്പാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ അതറിയാം, UDFന് തന്നെ ഇത് കൃത്യമായി അറിയാം. കാരണം വലിയ തിരിച്ചടികൾ ഉണ്ടായാൽ അത് കൃത്യമായും അത് തദ്ദേശത്തിലുണ്ടാകുന്ന തിരിച്ചടി സ്വാഭാവികമായും അത് സംസ്ഥാന തലത്തിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോവുക, വലിയ ഇടർച്ചകളില്ലാതെ എറണാകുളത്തെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുക എന്ന രീതിയിൽ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതോടൊപ്പം തന്നെ UDFൻ്റെ ജില്ലാ ചെയർമാനുമൊക്കെ മുൻ MLA ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ഈ രീതിയിലുള്ളൊരു പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഇത് UDFിൽ തന്നെ നടപ്പാക്കുക, മറ്റ് ഘടകകക്ഷികളോടൊപ്പം തന്നെയും ഇത് പറഞ്ഞു മനസ്സിലാക്കുക. കൂടുതൽ വിമതർ ആരുടെ ചേരിയിൽ നിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകാതെ ഒരു നിലനിർത്തുക എന്നതാണ്. അച്ചടക്ക നടപടികൾ കൊണ്ട് കാര്യമില്ല. കാരണം ഒരുപക്ഷെ ഇത് പുറത്താക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകും. പക്ഷേ പിന്നീട് ഇവർ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മാപ്പ് എഴുതി തിരിച്ചു വരുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ തോറ്റ ആളുകൾ ആ സമയത്ത് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഒരുപക്ഷെ ഒരു ഭരണസമിതി തന്നെ അതുകൊണ്ട് ഇല്ലാതാകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി കൗൺസിലിംഗ് നൽകിക്കൊണ്ട് തന്നെ ഉപദേശിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രവണതയെ ഇല്ലാതാക്കാമെന്നതാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിനുവേണ്ട പദ്ധതികൾക്ക് രൂപം നൽകിയതായി അദ്ദേഹം തന്നെ പറയുന്നു. നിരവധിയായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ജില്ലാ UDF യോഗത്തിലുമെല്ലാം തന്നെ നടന്നിരുന്നു. അപ്പോൾ ഇതാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. UDF അതിൽ പറയുകയും ചെയ്തു. ആരുടെ ഭാഗത്തു നിന്നും ഇത്തരം രീതിയിലേക്കൊരു കടന്നുകയറ്റങ്ങൾ, റിബൽ സ്വഭാവങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുക എന്നതെല്ലാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലിയ വീഴ്ചകളില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിൽ മുന്നോട്ട് പോകുക എന്ന ആസൂത്രണത്തിലാണ് എറണാകുളം. ഡാനി നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ പൊതുവെ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുമ്പോൾ അതൊരു
കോൺഗ്രസ് കോട്ട എന്ന് പൊതുവെ കണക്കാക്കുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാലും പൊതുവെ കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്ഥിതി മറ്റൊന്നായി മാറുന്നു. യെസ്, ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഷിയാസ്, റിബലുകൾ ഇത്തവണയും പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിരീക്ഷണമാണോ കോൺഗ്രസിനുള്ളത്? അതുകൊണ്ടാണോ റിബലുകളെ തല്ലേണ്ടതില്ല, അവരെ തലോടി തന്നെയാണ് തിരുത്തേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്? അല്ല, മുൻകളിലെ അനുഭവങ്ങളാണ് നമ്മുടെ പരാജയത്തിന്റെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും വലിയ ഞങ്ങളുടെ പോരായ്മ റിബലുകളായിരുന്നു. കോൺഗ്രസിന്റെ വിവിധ ഡിവിഷനുകളിൽ റിബലുകളായി മത്സരിച്ചു. ആ റിബലുകൾ 3-4 ഡിവിഷനുകളിൽ ജയിക്കുകയും ചെയ്തു. പിന്നീട് അവരുപയോഗപ്പെടുത്തിയാണ് CPM ഭരണം പിടിച്ചെടുത്തത്. സ്വാഭാവികമായും അത്തരത്തിൽ റിബലായി മത്സരിക്കുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കി തഴഞ്ഞു കളയുന്ന ഒരു സാഹചര്യം നല്ലതല്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിരവധി ആളുകൾ വരും. സ്വാഭാവികമായും ഒരാൾക്ക് ചിഹ്നം നൽകാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും ഒഴിവാക്കുക എന്നുള്ളതല്ല, അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. CPM-ഉം അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളായി പലരെയും അവർ തന്നെ പ്രോത്സാഹിപ്പിച്ചു വിടുന്ന പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആഗ്രഹങ്ങളുള്ള ആളുകൾക്ക് പിന്തുണ നൽകാം, മറ്റുമൊക്കെ പറഞ്ഞ് പല രീതിയിൽ ആളുകളെ പ്രലോഭിപ്പിച്ച് നിർത്തുന്ന ആ ആളുകളുടെ പ്രലോഭനങ്ങൾക്ക് പാത്രമായി നിരവധി ആളുകൾ സ്ഥാനാർത്ഥികളായി മാറുന്നുമുണ്ട്. അവരെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തും ഒരു റിബല് പോലും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ച് കഴിഞ്ഞ 1.5 വർഷക്കാലത്തിലധികമായി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും മത്സരിക്കാനായിട്ട് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പിൻവലിപ്പിക്കുക. പാർട്ടിയുടെ അവിടെ ശ്രീ മുഹമ്മദ് ഷിയാസ്, താങ്കൾ പറയുന്നതിൽ വ്യക്തതയുണ്ട്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തു, ഏതാണ്ട് പ്രത്യേകിച്ച് ഈ 2020 ഉൾപ്പെടെയുള്ള പാർട്ടികൾ അവിടേക്ക് കടന്നു വരികയും അവർ കൂടുതൽ കരുത്ത് കാണിക്കാൻ ശ്രമിക്കുകയും അവിടെ പലയിടത്തും ഈ ചുവരെഴുത്തുകളൊക്കെ ആരംഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തുമാകട്ടെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ധാരണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സീറ്റ് ചർച്ചകളോ അല്ലെങ്കിൽ പേരുകളോ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അതിൽ റിബലുകൾ, വിമതർ ഒരു ശല്യമായി തുടങ്ങിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും കോൺഗ്രസ് കടന്നിട്ടില്ല. കോൺഗ്രസ് ഒരു മുന്നൊരുക്ക പ്രവർത്തനം കഴിഞ്ഞ 1.25 വർഷക്കാലമായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ മിഷൻ 25-ന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായ രീതിയിലാണ് ജില്ലയിലും ഈ കോർപ്പറേഷൻ ഡിവിഷനുകളിലും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ തരത്തിൽ പുതിയ ഡിവിഷനുകളും വാർഡുകളും രൂപീകരിച്ചു. അതിന്റെ പേരിൽ ആ വാർഡുകളുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ മഹാത്മാഗാന്ധി കുടുംബസംഗമം. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ പഞ്ചായത്തുകളിലും ആ കുടുംബസംഗമങ്ങളിൽ പങ്കെടുത്തത്. നിരവധി ആളുകളെ ആ കുടുംബസംഗമത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡീലിമിറ്റേഷൻ പ്രോസസ്സിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനുള്ള നടപടികളിലും ഒക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഞങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, അതിനുശേഷം ഞങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിച്ചത് ഭവന സന്ദർശനം നടത്തിയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിമാർക്ക് മത്സരിക്കാനുള്ള പണം കണ്ടെത്താൻ പാർട്ടി തീരുമാനിച്ച ഭവന സന്ദർശനവും ഫണ്ട് കളക്ഷനും വളരെ അല്ല ശ്രീ മുഹമ്മദ് ഷിയാസ്, അതിലൊന്നും അഭിപ്രായ ഭിന്നതയല്ല ഞാൻ ചോദിച്ചത്. സ്വാഭാവികമാണല്ലോ, ഇപ്പോൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ തുറന്നു പറയാനല്ല ആവശ്യപ്പെടുന്നത്. എങ്കിൽ പോലും ഈ ഓരോ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണം എന്നത് സംബന്ധിച്ചൊരു ചെറിയ ലിസ്റ്റോ സാധ്യതയോ ഒക്കെ തയ്യാറാക്കുന്ന ഒരു സമയമായല്ലോ. അതിപ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യുന്ന അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അനുഭവം ഉണ്ടായി എന്ന്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നോ? ആ ഘട്ടത്തിലും റിബലുകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണോ നിരീക്ഷണം എന്നതാണ്? സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. UDF-നകത്ത് നമ്മൾ കാലങ്ങളായി UDF-ന്റെ പല പാർട്ടികൾക്കും കൊടുക്കുന്ന സീറ്റുകളിൽ അത്തരത്തിലുള്ള സീറ്റുകളുടെ ചർച്ചകൾ ആരംഭിച്ചു. കാലങ്ങളായി UDF-ൽ പല പാർട്ടികളും തോൽക്കുന്ന സീറ്റുകളിൽ വിജയസാധ്യത മുൻനിർത്തി പുതിയ സ്ഥാനാർത്ഥിമാർ വരും. അതിനകത്ത് ചെറുപ്പക്കാരുണ്ടാകും, വനിതകളുണ്ടാകും, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അപ്പൊ വനിത
റിസർവേഷൻ അല്ലെങ്കിൽ ജനറലിൽ വനിത മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടൊന്നുമില്ല. ഇപ്പൊ ജനറലിൽ ഒരു വനിത മത്സരിച്ചാലാണ് ജയിക്കുമെന്നുണ്ടെങ്കിൽ ആ വനിതയെ ഞങ്ങൾ മത്സരിപ്പിക്കും. അത്തരത്തിൽ വനിതകൾ മത്സരിക്കണം, ചെറുപ്പക്കാർ വരണം. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ കൂടി നമുക്ക് കൊണ്ടുവരണം, പൊതു സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കോർപ്പറേഷൻ ഇത്തവണ പിടിക്കും എന്ന് ഉറപ്പാണല്ലേ? ഉറപ്പായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടി കൊച്ചിൻ കോർപ്പറേഷനിൽ UDF അധികാരത്തിലേക്ക് വരും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അവിടെ റിബലുകൾ ഒരു വെല്ലുവിളിയാകില്ല ഇത്തവണ? ഒരിക്കലുമില്ല. റിബലുകളൊന്നും അങ്ങനെ ഒരു റിബലുകളായി ആരും വരരുത് എന്നുള്ളതാണ്. അപ്പൊ ഒരാൾ പോലും റിബൽ അല്ലാത്ത രീതിയിൽ എല്ലാവരെയും പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമമായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി നടത്തുക. കൊച്ചിക്ക് പ്രധാനമായും ഒരു UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നല്ലത്. എക്കാലത്തും UDFന്റെ ഭരണസമിതിയാണ് കൊച്ചിക്ക് എന്തെങ്കിലും കാര്യമായ സംഭാവനകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ അതിന് ഇത്തവണ അവിടെ പുതിയ മന്ദിരമൊക്കെ വന്നത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ? അത്തരത്തിലുള്ള മന്ദിരം കൊണ്ട് വോട്ട് പിടിക്കാൻ സാധിക്കില്ലല്ലോ. മന്ദിരങ്ങൾ മാത്രമല്ലല്ലോ, മന്ദിരങ്ങളൊക്കെ UDFന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. അത് പൂർത്തീകരിച്ചത് LDFന്റെ കാലഘട്ടത്തിലാണെന്നുള്ളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് LDFന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയൊന്നുമല്ല. UDFന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതി അതിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കേണ്ട പദ്ധതിയായിരുന്നു. LDF നടത്തിയ നിരവധി സമരങ്ങളും കൗൺസിലിലെ വിവാദങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ വീണ്ടും 61 കോടി രൂപ മുടക്കി വീണ്ടും ആ പദ്ധതി പൂർത്തിയായി. അപ്പൊ കാലതാമസം വരുത്തി ഓരോ പദ്ധതികളും താമസിപ്പിച്ച് നമുക്ക് ഈ പണത്തിന്റെ ദുർവ്യയമാണ് LDF ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു പദ്ധതിയെയും ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. എല്ലാത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കൊച്ചിയിലെ ഏത് പ്രവർത്തനം എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ എറണാകുളം മാർക്കറ്റ് സമുച്ചയം CSMLന്റെ പദ്ധതിയാണ്, ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയുടെ പണമാണ്. തുരുത്തിയിലെ ഫ്ളാറ്റ് ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതിയാണ്. രാജീവ് ആവാസ് യോജന ടോണി കമ്പനി മേയറായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ പദ്ധതി സൗമിനി അത് മുന്നോട്ട് കൊണ്ടുപോയി. അത് തീർത്തത് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണെന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെയാണ് LDFന് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ശരി 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 വളരെ നന്ദി ശ്രീ മുഹമ്മദ് ഷിയാസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നേരത്തെ മുഹമ്മദ് ഷിയാസ് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. മുഹമ്മദ് ഷിയാസ് തന്നെയാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. അതായത് റിബലുകൾ, അത് ഡേറ്റകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. കഴിഞ്ഞ തവണ റിബലുകൾ ഉണ്ടായിരുന്നു. ആ റിബലുകൾ എത്രത്തോളം കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതൊരു പ്രതിസന്ധിയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന സരുൺ വളരെ പെട്ടെന്ന് റിബലായി മാറുന്നു. മാത്രമല്ല ഇടതുപാളയത്തിലെ സ്ഥാനാർത്ഥിയായി മാറുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് രാഷ്ട്രീയത്തിൽ പുതുമയുള്ള ഒന്നുമല്ല. ഇപ്പോഴിതാ റിബലുകളെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കുക, അതാണ് പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് എത്രത്തോളം വിജയം കാണുമെന്നാണ് താങ്കളുടെ നിരീക്ഷണം? വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയാണ് എല്ലാ കാലത്തും കൊച്ചി നഗരം എന്ന് പറയുന്നത്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട്, കഴിഞ്ഞ ഒന്നോ രണ്ടോ ചെറിയ കാരണങ്ങൾ കൊണ്ട് ചെറിയ ഭൂരിപക്ഷത്തിനാണ് അത് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞത്. 30 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അവർക്ക് വ്യക്തമായി 10 വർഷക്കാലം ഭരിക്കുന്നതിനോ, കഴിഞ്ഞ തവണയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ റിബലുകളുടെ ഒരു പിന്തുണയോടുകൂടിയാണ് അവർ ഭരിച്ചത്. അല്ലാതെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടെ അല്ലായിരുന്നു. വ്യക്തമായി CPMന് കിട്ടിയ ഒരു മാൻഡേറ്റിന്റെ പുറത്ത് ഭരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റിബലുകൾ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കാര്യമൊന്നുമല്ല. എല്ലാ കാലത്തും കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു മുമ്പോട്ട് പോകുന്നതിന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ചില സമയത്ത് ആ ഇടപെടൽ നടത്തിയിട്ടും അത് ഫലം കാണാതെ പോയിട്ടുണ്ട്. ഇപ്രാവശ്യവും തീർച്ചയായിട്ടും നേതൃത്വം വളരെ ശക്തമായി തന്നെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു പോരാട്ടത്തിലാണ്. അതിനകത്ത് നേതാക്കൾ മാത്രമല്ല, അണികളുമുണ്ട്. കൊച്ചി നഗരത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെന്നതിലുപരിയായി സാധാരണ ജനങ്ങളല്ലേ. കാരണം ഈ 5 വർഷക്കാലം ഈ നഗരത്തിൽ അനുഭവിച്ച നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ഒരു നഗരസഭയാണ് 5 വർഷക്കാലം ഇവിടെ ഭരിച്ചത്. ഇപ്പോൾ നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ CSML എന്ന് പറയുന്ന കൊച്ചി സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി
ടോണി ചമ്മണിയുടെ കാലഘട്ടത്തിൽ തുടങ്ങുന്നു. അന്ന് ഭരിക്കുന്ന അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോയി അത് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അത് കൊണ്ടുവരുന്നതിനും അത്തരത്തിൽ നമ്മുടെ നഗരത്തെ അതിനുതകുന്ന രീതിയിൽ തയ്യാറാക്കുന്നതിനും വലിയ പരിശ്രമമാണ് ടോണിയും അതിനുശേഷം സൗമ്യയും നടത്തി. അതിന് സൗമ്യയുടെ കാലത്താണത് നമുക്ക് നടപ്പിലായി വരുന്നത്. പിന്നീട് അതിന്റെ പ്രൊജക്ടുകളുമായി നമ്മൾ മുമ്പോട്ട് പോയി. എന്നാൽ ഈ കാലയളവിൽ, ഈ 5 വർഷ കാലയളവ് നോക്കിയാൽ നഗരസഭയുടേത് എന്ന് പറയാൻ ഒരു പദ്ധതി പോലുമില്ല. ആകെ ചെയ്തത് നമ്മുടെ ബ്രഹ്മപുരത്തുള്ള ഒരു പദ്ധതിയായിരുന്നു. അതാണ് വൻ അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി വലിയ പ്രശ്നമായി അവരെ പിന്തിരിപ്പിക്കേണ്ടി വന്നു. സോണ്ട എന്ന കമ്പനിയെ പിന്തിരിപ്പിക്കേണ്ടി വന്നത്. ഇപ്പോഴും നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഇപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുക. സർക്കാരാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. PSMLന്റെ പ്രവർത്തനമാണ് നഗരത്തിൽ നടക്കുന്നത്. അല്ലാതെ ഒരു വികസന പ്രവർത്തനം പറയാൻ ഇവിടെ ലൈറ്റ് ഇട്ടതായാലും റോഡ് പണിതതായാലും മറ്റുള്ള പ്രൊജക്ടുകളായാലും ഇപ്പൊ റേ പദ്ധതി പറഞ്ഞു, രാജീവ് ഗാന്ധി ആവാസ് യോജന പറഞ്ഞു, ഇതെല്ലാം തീർച്ചയായും താങ്കൾ ഈ പറയുന്നത് പോലെ വികസനം പദ്ധതികൾ അടക്കം അല്ലെങ്കിൽ വികസന മുരടിപ്പടക്കം ഒക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും രാഷ്ട്രീയമായി ഈ റിബലുകൾ എന്നത് അവർ ചിലപ്പോൾ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമായിരിക്കാം പിടിക്കുന്നത്. പക്ഷേ അത് വിജയസാധ്യത ഇല്ലാതാക്കുന്ന സാഹചര്യം പലപ്പോഴായി സൃഷ്ടിക്കുമല്ലോ. അതുകൊണ്ട് അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിലേക്ക് തന്നെ ഞാൻ പറയാം. ഈ റിബലുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രമല്ല, കഴിഞ്ഞ തവണ CPM-നും റിബൽ ഉണ്ടായിരുന്നു. ഒരു CPM റിബലിന്റെയും കൂടി പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ തവണ അവര് ഭരിച്ചത്. അപ്പൊ റിബൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. CPM-നും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും റിബലുകൾ ഉണ്ടാവാറുണ്ട്. റിബലുകൾ ജയിച്ചു വന്നിട്ടുണ്ട്. അത് കൈകാര്യം പാർട്ടിയുടെ നേതൃത്വം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ശരി, ഒപ്പം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ചെറിയ മൂവ്മെന്റുകൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ V4 കൊച്ചി ഉണ്ടായിരുന്നു, ഇത്തവണ 2020 പോലെയുള്ള സംഘടനകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും UDF-ന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകളാണ് അധികമായി ചോർത്തുന്നത് എന്ന ഒരു പൊതു നിരീക്ഷണമുണ്ടല്ലോ. അതിനെ കൂടി എങ്ങനെയാണ് ഇത്തവണ മറികടക്കുക? ഈ അതുപോലെയുള്ള അരാഷ്ട്രീയ സംഘടനകൾ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ് കൂനുകൾ പോലെ പൊട്ടിമുളച്ചു വന്ന ചില സംഘടനകൾ ചില ആവശ്യങ്ങൾ പറഞ്ഞ് മാത്രം അവർ വരികയാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ ഇവരുടെ ഈ പ്രസ്താവനകളോ അവരുടെ ആശയങ്ങളോ ഒക്കെ കേൾക്കുമ്പോൾ അതില് അഭിരമിച്ച് അത് ശരിയാണെന്ന് ധരിച്ച് കുറെ ആളുകൾ അതിന്റെ പുറകെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോ 2020-യുടെ കേസാണെങ്കിൽ തന്നെ അറിയാമല്ലോ, ഇപ്പൊ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്ന പല പദ്ധതികളും അവരുടെ പഞ്ചായത്തിൽ ഇപ്പൊ ഇല്ല. സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഇല്ലാതാക്കി. അപ്പോൾ അതൊക്കെ ഒരു വ്യാജമാണ്, അതൊന്നും ശരിയായ രീതിയിൽ നടപ്പിലാകാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇന്ന് ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് അനുകൂലമായി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ UDF നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്, അവിടെ റിബൽ ശല്യം ഉണ്ടാകുന്നുവെങ്കിൽ അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ ആണ് നീക്കം. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി ഇപ്പോൾ നൽകിയത്. ഒരിടവേള കൂടി.